Hi, all. Good evening. Hi Kavya, hi Freddy. Good evening. Good evening, ma'am. Yes, so I think we can start the session. And welcome to today's Alumni Connect session. With such good pleasure, I would like to introduce Arnold Peter, one of our successful SAP FICO alumni from Coconut. So, just to give a quick idea of what he did, what his background is, Arnold holds an MBA in Finance and Marketing from Amity University, and he also has valuable experience from UAE also. He worked for nearly 3 years with Career House Communication, where he was involved in operations and freelance marketing activities. So after completing his SAP FICO training, Arnold successfully got transitioned into SAP domain and is currently with Crimson. Today, he'll be sharing his learning journey, also the career transition he had, all the interview experiences, and all insights that you could also gain from probably building a successful career in SAP. And thank you, Arnold, for being with us, for taking time to connect with all our learners. And we are definitely excited to learn from your experience. So over to you, Arnold. Thank you. Thank you, Adira, for the introduction. So, hi everyone. Hope you are doing well. അപ്പം നിങ്ങളിപ്പം ആതിര പറഞ്ഞ കേട്ട് കാണുമല്ലോ, ഞാൻ UAE വർക്ക് ചെയ്തു 3 years. അപ്പം പിന്നെ എന്തുകൊണ്ട് അവിടെ നിർത്തി എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ജോബിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കരിയർ ഗ്രോത്ത് ആണ്. ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന വർക്കിൽ എനിക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ കയറിയ പാക്കേജിൽ തന്നെയാണ് 3 വർഷം അവിടെ ജോലി ചെയ്തത്. ഇപ്പം ഞാൻ ഗൾഫിൽ നിന്ന് നിർത്തി വന്നിട്ട് 2 years ആയി. അപ്പൊ ഇപ്പോഴായാലും ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതേ പാക്കേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് നേരം. അപ്പൊ നമ്മൾ ഏത് ജോലിക്ക് കയറിയാലും നമ്മൾ ഏറ്റവും ആദ്യമേ ഉറപ്പ് വരുത്തേണ്ടത് നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ള ഇതിലാണ്. അപ്പൊ ഞാൻ എൻ്റെ BCom കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ SAP യെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പഠിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ആ സമയമൊന്നും ഞാൻ ഇതിൽ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ MBA കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഓക്കെ, നല്ല പ്ലേസ്മെന്റ് കമ്പനീസ് എല്ലാം വന്നാൽ അങ്ങനെ അവിടുന്ന് കോളേജിൽ നിന്ന് പ്ലേസ് ആവാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ EYയുടെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫൈനൽ റൗണ്ട് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ UAE പോയത്. UAE പോയെങ്കിലും MBA ഒക്കെ ഉണ്ടായിട്ടും ആദ്യത്തെ ഒരു 6 to 9 months ഞാനൊരു 4 ജോലിയെങ്കിലും മാറി കയറിയിട്ടുണ്ടാവും. ഇന്റർവ്യൂ പാസ്സാവും, പക്ഷെ എന്താണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ 9 monthsന് ശേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞ കരിയർ ഹൗസിൽ ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു കരിയർ ഗ്രോത്ത് ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെപ്പോഴും ഒരു ജോലിയിൽ കയറാൻ നോക്കുമ്പോൾ നമുക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാൻ. പിന്നെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നിട്ടാണ് SAP യെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ തന്നെ SAP യെ കുറിച്ച് എനിക്ക് അറിയായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനാണെങ്കിൽ കോക്കോനറ്റിൽ ജോയിൻ ചെയ്ത് SAP കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 1.5 years കഴിഞ്ഞപ്പം കോക്കോനറ്റിന്റെ പ്ലേസ്മെന്റ് ടീമായിട്ട് തന്നെ അവന് EYയിൽ പ്ലേസ്ഡ് ആയിരുന്നു. അവൻ ഇന്റർവ്യൂ കൊടുത്ത് EYയിൽ പ്ലേസ്ഡ് ആയി. പിന്നെ ഇപ്പം അവൻ അവിടുന്ന് EYന്ന് മാറി അലിയൻസിൽ കയറി. അലിയൻസിൽ നിന്ന് ഇപ്പൊ ഡിലോയിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ നമുക്കൊരു 2 lakhs അടുപ്പിച്ച് പെർ മന്ത് അവൻ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് SAPയുടെ ഒരു ഗുണം. നമ്മൾ SAP എടുത്താലും നിങ്ങൾ, എനിക്ക് തോന്നുന്നു SAP സ്റ്റുഡൻസ് മാത്രമല്ല വേറെ സ്റ്റുഡൻസും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ SAP അല്ലാതെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം ഇപ്പം ഒരു MBA ഒക്കെ എടുക്കുന്നതിനെക്കാട്ടി കൂടുതലും ഇങ്ങനത്തെ സ്കിൽസിനാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും കൂടുതൽ കരിയർ ഗ്രോത്ത് ഒക്കെ ഉള്ളതും. അപ്പം ഞാൻ എൻ്റെ കോക്കോനറ്റിലെ SAP ട്രെയിനിങ് കഴിഞ്ഞ് 1.5 years കഴിഞ്ഞിട്ടാണ് ഞാൻ പ്ലേസ്ഡ് ആവുന്നത്. ഞാൻ അതിന് മുമ്പ് തന്നെ 2 ഇടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് SAPയുടെ തന്നെ. പക്ഷെ ഇപ്പോഴാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി
കോക്കോനട്ടായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം അവരെനിക്ക് ഇന്റർവ്യൂ ശരിയാക്കി തന്നു. ഞാൻ പാസ്സായി കയറിയത്. അപ്പം മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം SAP പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചിറങ്ങിയ ഉടനെ ജോലി കിട്ടണം എന്നൊരിക്കലും നിർബന്ധമില്ല. കാരണം ഈ ഫീൽഡ് ഭയങ്കര ടഫാണ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട്. എനിക്കിപ്പോൾ ലിങ്ക്ഡിനിൽ ദിവസവും മെസ്സേജ് ആൾക്കാർ അയക്കുന്നുണ്ട്, എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ. കാരണം ഒരുപാട് പേര് കേരളത്തിൽ മാത്രമല്ല അതിൻ്റെ പുറത്തും ഒരുപാട് പേര് SAP പഠിച്ചിട്ട് ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഒരു ഹാർഡ് ട്രൂത്ത് മനസ്സിലാക്കണം. ഓൾമോസ്റ്റ് വേക്കൻസീസ് ഒന്നും മിക്കലും ഓൺലൈനിൽ വരത്തില്ല, ചിലതൊക്കെ ബാക്ക് എൻഡ് വഴി പോകും. പിന്നെ അഥവാ നിങ്ങൾക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ തന്നെ ഇതിൽ ഒരുപാട് പേര് കയറാൻ നിൽക്കുന്നുണ്ടായിക്കൊണ്ട് തന്നെ കമ്പനീസ് ഇപ്പം ചെയ്യുന്നതെന്ന് പറയുമ്പം നിങ്ങളിപ്പം ഫ്രഷറായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായി നിങ്ങൾ ആ കമ്പനി കയറിയാലും 3 years അല്ലെങ്കിൽ 2.5 years ബോണ്ട് നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾക്ക് വെറും പാക്കേജ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ആ ഒരു 3 years സ്ട്രഗിളിൽ നിങ്ങൾ ഫുൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാനാണെങ്കിൽ 15,000 വേണ്ടി 15,000 മാത്രമായിട്ട് എൻ്റെ പെർ മന്ത് സാലറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആ സ്ട്രഗിള് ചെയ്യാൻ താല്പര്യമായിരുന്നു. കാരണം നമുക്കറിയാം ഇപ്പം സ്ട്രഗിൾ ചെയ്താലും ഭാവിയിൽ നമുക്കത് നല്ല രീതിയിൽ ഗുണം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഷുവർ ആയിരുന്നു. കാരണം നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സിന്റെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുണ്ട്. അപ്പം ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്ന കമ്പനി എന്ന് പറയുമ്പം ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. പക്ഷെ നമ്മുടെ ഹെഡ് ഓഫീസ് UK-യിലാണ്. എനിക്ക് എന്താ ഇപ്പം ബോണ്ട് ഇല്ല, പിന്നെ ഈ പറയുന്ന പാക്കേജ് കൂടുതൽ പാക്കേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ചിലപ്പം കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ വേഴ്സ്റ്റ് കേസ് സിനാരിയാണ് ഞാൻ പറയുന്നത്. മിക്ക കമ്പനികളും ബോണ്ട് തരും, 15,000 തരത്തോളൂ. 3 years നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായി വരും. പക്ഷെ ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇന്ന അത്യാവശ്യം എല്ലാം കവർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് MNC-യിലൊക്കെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് കോളും കിട്ടും. അങ്ങനെയാണ് ഇപ്പം മിക്കവരും ചെയ്യുന്നത്. എല്ലാവരും ഒരു 3 years എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കും. എന്നിട്ട് ഈ റെഫറൽ വരിയും അല്ലെങ്കിൽ ഡയറക്റ്റ് ലിങ്ക്ഡിനിലൊക്കെ നമുക്ക് കാണാം. നിങ്ങൾ ജോബ് സെർച്ച് ചെയ്താൽ നോക്കുമ്പോൾ കാണാൻ പറ്റും മിനിമം 3 years എക്സ്പീരിയൻസ് ആണ് എല്ലാ കമ്പനികളും പ്രിഫർ ചെയ്യുന്നത്. കോക്കോനട്ട് എന്ന് പറയുമ്പം അവർ നമുക്ക് ഒരുപാട് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് തരും. അപ്പം നമ്മുടെ ഇതെന്ന് പറയുമ്പം നമുക്ക് ആ കിട്ടുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. എനിക്ക് ട്രിവാൻഡ്രത്തെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കേരളത്തിനകത്തേ പറ്റത്തുള്ളൂ, അങ്ങനെ പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് SAP-യിലോ മറ്റേതിലോ കരിയർ സ്റ്റാർട്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് എങ്ങനെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ബാംഗ്ലൂരിലായിരുന്നു, ITANS എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ. അപ്പം ഞാൻ എൻ്റെ പഠിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് അവരുടെ ഇന്റർവ്യൂവിൽ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം എനിക്ക് എന്തായാലും കിട്ടിയില്ല. പിന്നെ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഇവര് നമുക്ക് വന്നേക്കുന്ന ഓഫർ എന്ന് പറയുമ്പം 6 months ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് പീരിയഡിൽ നമുക്ക് സാലറി ഒന്നും കിട്ടത്തില്ല. ആ 6 months കഴിഞ്ഞിട്ടേ 15,000 ഒക്കെ കിട്ടത്തുള്ളൂ ബാംഗ്ലൂരിൽ. അപ്പം എന്നിട്ടും ആ ഒരു ജോലിക്ക് കയറാൻ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. കാരണം അവരത് സഹിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ സോഷ്യസ് എന്ന് പറയുന്ന ഒരു കമ്പനി കയറി ട്രിവാൻഡ്രത്ത്. അതും കോക്കോനട്ടായിട്ട് എനിക്ക് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു 2 months നിൽക്കാൻ പറ്റുള്ളൂ. കാരണം പ്രോജക്റ്റ് അവർക്കുണ്ടായിരുന്നത് അത് സ്റ്റാർട്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചു.
ഞാൻ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഉണ്ടായ ബെനിഫിറ്റ് എന്ന് പറയുമ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാ ഇവര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പം പിന്നെ ആ രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാനിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ ഞാനൊരു 3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ടെക്നിക്കൽ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓൾമോസ്റ്റ് എല്ലാം തന്നെ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇന്റർവ്യൂവിന് പോകുമ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാം. കാരണം വേറൊരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പം കോക്കോനട്ടിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ പോയി ആ ഒരു ഓർഗനൈസേഷനിൽ ഇന്റർവ്യൂവിൽ അവർക്ക് നിങ്ങൾ പോരാ എന്ന് തോന്നിയാൽ പിന്നെ അവര് കോക്കോനട്ടിലെ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യത്തില്ല, അവര് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ചെയ്തു പോകും. അപ്പൊ നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് കോക്കോനട്ടിന്റെ ഒരു ഇനി നമ്മളെ കഴിഞ്ഞ് അവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ അവർ വീണ്ടും നമ്മളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ എനിക്കറിയാവുന്ന SAP ബേസ്ഡ് കമ്പനീസിൽ ടെക്നോ പാർക്കിൽ ഇന്നോവൽ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അവിടെയൊക്കെ മുമ്പൊക്കെ കോക്കോനട്ടിന്റെ സ്റ്റുഡൻസ് ആണ് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പല പല കമ്പനീസ് ഉണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് ഒരു കോള് വരുന്നത്, ഒരു 2 മിനിറ്റ് ഒന്നോളി. ഓക്കെ ഒന്നോളി. സോ അപ്പൊ നിങ്ങള് അത് മനസ്സിലാക്കണം. നമ്മള് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം നമ്മൾ ഭയങ്കര കേപ്പബിൾ ആണെന്ന് അവർക്ക് തോന്നണം. എന്നാൽ മാത്രമേ അവർ വീണ്ടും നമ്മുടെ ബാച്ച് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസിനെയും അവർക്ക് റിക്വയർമെന്റ്സ് വരുമ്പോൾ ഡയറക്റ്റ് കോക്കോനറ്റിൽ നിന്ന് വിളിക്കണം. അപ്പൊ അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ഇപ്പം SAP പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ T കോഡ്സ് ഒക്കെ ഒരുപാട് കാണും. ഞാൻ പറയുന്നത് നിങ്ങൾ T കോഡ്സ് പഠിക്കണം, പക്ഷെ ഒരു ഇന്റർവ്യൂവിന് 1-2 T കോഡ്സ് ചോദിക്കത്തുള്ളൂ. നിങ്ങൾ SAPയിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്ന അതിൻ്റെയൊക്കെ ടേംസ് ആണ് നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ടത്. FI സ്റ്റുഡൻസിന് ഞാൻ ഇന്നത്തെ സെഷന്റെ അവസാനത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. അത് നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കിട്ടുമ്പോൾ മെയിൻലി ആ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കാരണം ഞാൻ അറ്റൻഡ് ചെയ്ത 3 ഇന്റർവ്യൂവിലും ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലൈക്ക് ഒറ്റ ലൈനിൽ ആൻസർ പറയാൻ പറ്റണം. വലിയ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻസും സിനാരിയോസും ഒക്കെ ചോദിക്കും. സോ ഓൾവേസ് നിങ്ങൾ മൈൻഡ് കീപ്പ് ചെയ്യേണ്ടത്, ഇപ്പം ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്താന്ന് വെച്ചാൽ എന്താ ലിസ്റ്റ് ഓഫ് GL അക്കൗണ്ട്സ് വിച്ച് ഇസ് യൂസ്ഡ് ടു മീറ്റ് ദ കമ്പനീസ് ഡേ ടു ഡേ റിക്വയർമെന്റ്സ്, അത്രയും പറഞ്ഞാൽ മതി. അല്ലാതെ വലിയ എലാബറേറ്റ് ചെയ്ത് പറയരുത്. അപ്പം എലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഉള്ള ഡിഫക്ട്സ് എന്ന് പറയുമ്പം അവർ നമ്മളത് അതിനെ ബേസ് ചെയ്ത് വീണ്ടും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെന്താണ്, ഞാൻ SAP പഠിച്ചു കഴിഞ്ഞിട്ട് 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ കോക്കോനട്ടിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ഉണ്ടായിരുന്ന ജോലി ശരിയായില്ല, അപ്പൊ ഇനി എന്തെങ്കിലും വേക്കൻസീസ് വന്നാൽ പറയണമെന്ന് പറഞ്ഞു. അപ്പം കോക്കോനറ്റിൽ നിന്ന് പഠിച്ചിറങ്ങി 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം എൻ്റെ SAP ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കോക്കോനറ്റിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫോർ എവർ നിങ്ങളുടെ കരിയറിൽ അവർ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അത് അങ്ങനെ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ ചെയ്യാത്തതല്ല. അപ്പൊ നിങ്ങളുടെ കടമയാണ് അവർ തരുന്ന ഓപ്പർച്യൂണിറ്റീസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് SAP കരിയർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ SAP കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രായങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നിങ്ങൾ കോളേജ് കഴിഞ്ഞ് നിൽക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് കിട്ടിയാൽ മേ ബി എൻ്റെ ഏജ് ഒക്കെ എത്തുമ്പം നിങ്ങൾക്ക് നല്ല പാക്കേജ്, നല്ല കമ്പനികളിൽ നല്ല പ്രൊഫൈലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും. ഞാനിപ്പം പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് കോക്കോനട്ട് സജസ്റ്റ് ചെയ്തത്. എനിക്കറിയാവുന്ന അവനാണ് SAPയെ കുറിച്ച് അവൻ്റെ അടുത്താണ് ചോദിച്ചത്. അവരും കോക്കോനട്ടിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അവരിപ്പോൾ 5 years എക്സ്പീരിയൻസ് ആയി. ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് പെർ മന്ത് 2 lakhs വരെ കിട്ടും. പിന്നെ ഒരു ഇതുണ്ട്, SAP പഠിച്ചിട്ട് ഗൾഫിൽ പോയ ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അങ്ങനെ ഒന്നും ഇല്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് എവിടെയെങ്കിലും ഒക്കെ നല്ല രീതിയിൽ കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം സാലറി, ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. കോക്കോനട്ട് നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് ഇടണം. ലൈക്ക് ഞാനെന്ന് പറയുമ്പം എൻ്റെ 3 ഇന്റർവ്യൂവിന് വേണ്ടി ലൈക്ക് ഓൾമോസ്റ്റ് 60 to 70 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു. ഞാൻ ചെയ്തതെന്ന് പറയുമ്പം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ലൈക്ക് വെരി ബ്രീഫായിട്ട് ഞാൻ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് അറിയാവുന്ന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പറഞ്ഞു. അപ്പം ഇപ്പം ലാസ്റ്റ് കമ്പനി ഇന്റർവ്യൂവിന് ടെക്നിക്കലെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് വിളിച്ചിട്ടാണ് എൻ്റെ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ പിറ്റേ ദിവസം ഷെഡ്യൂൾ ചെയ്തത്. അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് ഇത്ര പറഞ്ഞോളൂ, ഞങ്ങൾ ഇന്നലത്തെ റെക്കോർഡിങ്സ് ഒക്കെ കണ്ട് അറിഞ്ഞോളൂ ഞങ്ങൾ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്, കമ്പനിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്യുകയാണ്. ഇപ്പൊ ഒരു 3 months ആവുന്നു ഞാൻ കയറിയിട്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് കഴിഞ്ഞ ആഴ്ച കോക്കോനറ്റ് വന്നപ്പോഴാണ്, അവൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴാണ് ഈ കോക്കോനറ്റിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഈ പിള്ളേർക്ക് ഇന്റർവ്യൂ ഒക്കെ പാസ്സാവാൻ പാടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു FI സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിന് മുമ്പ് എന്നെ കണക്ട് ചെയ്താൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ള കാര്യം. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ വെച്ചത്. പിന്നെ അവർ പറഞ്ഞ ഒരു ഇതെന്ന് പറയുമ്പം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം ചിലപ്പോൾ അത് കേരളത്തിനകത്തല്ല, ചിലപ്പം തമിഴ് ചെന്നൈ ആയിരിക്കും, ചിലപ്പം ഹൈദരാബാദൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു ജോലി, പിന്നെ SAP മാത്രമല്ല, ഏതൊരു ജോലിക്ക് കയറിയാലും ആദ്യത്തെ 2 years നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. ആദ്യത്തെ 2 years നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് അങ്ങോട്ട് മേൽക്കയറ്റം ഉണ്ടാകത്തുള്ളൂ. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ MBA പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ജോലിക്ക് കയറിയാലും എനിക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാകത്തില്ല നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ SAP ചൂസ് ചെയ്തത്. നിങ്ങൾ എന്തിനായിരിക്കും SAP ചൂസ് ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും SAP ചൂസ് ചെയ്തത് SAPയിൽ ഒരു കരിയർ പർസ്യൂ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണോ, അതോ എന്തായാലും വെക്കേഷൻ അല്ലേ ഒരു 3 മാസം കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ചെയ്യുന്നു ഞാനങ്ങനെ അവൻ്റെ കൂടെ ചുമ്മാ പോകാം എന്നുള്ള രീതിയിലാണോ? അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് SAPയോ വേറെ എന്തെങ്കിലും ERP സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എടുത്ത ഏറ്റവും നല്ല ഡിസിഷനാണ് SAPയോ അങ്ങനത്തെ എന്തെങ്കിലും ERP പെർസ്യൂ ചെയ്യാനുള്ളത്. കാരണം ജോബ് മാർക്കറ്റ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോബ്സ് ഉള്ളതും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്താണ് പറയേണ്ടത്? ഞാനിപ്പം എനിക്ക് കിട്ടിയ കമ്പനി എന്ന് പറയുമ്പം ഹൈദരാബാദ് ആണെങ്കിലും ഞാൻ വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള എനിക്ക് അത് ഓക്കെയാണ്. ഇപ്പൊ ഇൻ കേസ് ഹൈദരാബാദ് പോയി നിൽക്കേണ്ട വന്നാലും ഞാൻ പോയി നിൽക്കും. കാരണം നമ്മളെല്ലാവരും ഒരു ഫേസ് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ പിന്നെ അങ്ങോട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു ഇത് ആ സ്ട്രഗിള് ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കാം. കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കരിയറിൽ വലിയ 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 കമ്പനികളിൽ പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. അതിന് ഇനി എന്താണ് പറയണ്ടേ? ഞാൻ ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വേറെ ചാലഞ്ചസോ ഫേസ് ചെയ്തതോ ഇപ്പോ അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇനി അങ്ങോട്ട്? സോ നിങ്ങൾ ഫ്രഷേഴ്സ് ആയിട്ടൊരു കമ്പനി കയറുമ്പം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ സ്കില്ല് സെൽഫ് ലേണിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചാണെങ്കിൽ അവിടെ നിന്ന് ആൾക്കാർ പഠിപ്പിക്കാനുണ്ടാകത്തില്ല. അവർ ജസ്റ്റ് ടാസ്ക് തരും, നിങ്ങളത് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം SAPയിൽ ഇപ്പം ECC സെർവർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ECC സെർവർ മാറി S/4HANA മാറി ഇപ്പൊ പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ECCയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബേസ് ആണ്. ആ ഒരു ബേസ് എല്ലാ ഇതിലും ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പം SAP ഇങ്ങനെ ഭയങ്കരമായിട്ടും ഡെവലപ്പും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ പുതിയ മൊഡ്യൂൾസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളത് FI SD അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, MM, ABAP
ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഡോക്യുമെന്റിങ് DRC എന്നൊക്കെ പറയുന്ന ഇതിലാണ്. അതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓൺ ദ സ്പോട്ട് ഇൻവോയ്സ് ഉണ്ടാക്കുമ്പോൾ അത് ആ സിനാരിയോയിൽ തന്നെ അത് ടാക്സിൽ റിപ്പോർട്ട് ചെയ്ത് ഫയൽ ചെയ്യുന്ന സംഭവമാണ് DRC. അപ്പം നിങ്ങളിപ്പം SAP FI ആയിട്ട് കയറിയാലും MM ആയിട്ട് കയറിയാലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലോട്ടും മാറാൻ പറ്റും. കാരണം എന്ന് പറയുമ്പം SAP ഡെവലപ്പ് ആവുന്നതനുസരിച്ച് നമുക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും, ഇൻക്രീസ് ഉണ്ടാവും, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങളൊക്കെ ഈ ഞാൻ പറയുന്ന ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. എനിക്ക് കേരളത്തിലേ പറ്റത്തുള്ളൂ, അല്ല ട്രിവാൻഡ്രം വിട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് SAP ഒരു കരിയർ പെർസ്യൂ ചെയ്യണം എന്ന് താല്പര്യമുള്ളത്. നിങ്ങളിപ്പം ഗൾഫിലും SAP സർട്ടിഫിക്കറ്റ് ആയിട്ടൊന്നും പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. അവരും കാരണം SAP UAE ക്ലയൻസ് മൊത്തം ഇന്ത്യൻ ക്ലയൻസുമായിട്ടാണ്, ഇന്ത്യൻ ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ വേറെ ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ SAP എൻഡ് യൂസർ ആയിട്ട് വർക്ക് ചെയ്യാൻ കയറരുത്. കൺസൾട്ടന്റ് ആയിട്ട് മാത്രമേ കയറാവുള്ളൂ. എൻഡ് യൂസർ ആയിട്ട് കയറിയാലും നിങ്ങൾ ഒരു ലെവൽ എത്തുമ്പോൾ സ്റ്റക്ക് ആവും. കൺസൾട്ടന്റ് ബേസ് റോൾസിലായിരിക്കണം കയറേണ്ടത്. ഒരു കമ്പനി കയറിയ സെൽഫ് ലേണിംഗ് ഇതാണ് ഏറ്റവും, എനിക്ക് ഭയങ്കര പാടായിരുന്നു സെൽഫ് ലേണിംഗ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഇപ്പൊ കയറിയ കമ്പനിയിൽ എനിക്ക് എൻ്റെ സീനിയർ ഉണ്ട്, അവർ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ പോലെ നിങ്ങൾക്ക് കയറുന്ന കമ്പനിയിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പം ഭയങ്കര ടോക്സിക് ആയിരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കോക്കനട്ടിലെ സ്റ്റുഡൻറ് തന്നെയാണ്. അവൻ MM-ന് അവൻ ബാംഗ്ലൂരിൽ പ്ലേസ്ഡ് ആയി. അവൻ 15,000 മാത്രമേ അവന് കിട്ടുന്നുള്ളൂ. ഇപ്പൊ അവനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഹൈദരാബാദിലോട്ട് പോയി. പക്ഷെ അവനൊക്കെ അത് പിടിച്ചു നിൽക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും എക്സ്പീരിയൻസ് ഇല്ലാതെ ഈ ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അവനറിയാം 2 to 3 years നിന്ന പിന്നെ കരിയർ സ്മൂത്ത് ആകുന്നു. ഞാൻ എൻ്റെ SAP കരിയറും സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങളൊക്കെ ഇപ്പം നിങ്ങളുടെ ഏജ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു 2 to 3 years കഴിഞ്ഞ് നിങ്ങൾക്ക് നാട്ടിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ വേണമെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിന് പെർ മന്ത് നാട്ടിൽ 4 lakhs സാലറി ഒക്കെ കിട്ടുന്ന ഇതുണ്ട്. നിങ്ങൾ SAP പഠിക്കാൻ എടുത്തത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. SAP നിങ്ങൾ ഒരു 3 മാസം കോഴ്സ് അല്ലേ ഉള്ളൂ, വലിയ ഇതൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചാൽ അത് വെറും തെറ്റായ ധാരണയാണ്. കാരണം ഇന്ന് ഈ ജോബ് മാർക്കറ്റ് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഏറ്റവും കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് SAPക്കാണ്. അപ്പം നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. FI സ്റ്റുഡൻസ് സ്റ്റേ ബാക്ക് ചെയ്താൽ ഞാൻ കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. നിങ്ങൾ അതൊക്കെ പ്രിപ്പയർ ചെയ്താൽ ഒരു ഇന്റർവ്യൂ വരുമ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം. Questions? Arshad, Kavya, questions are everybody? Yes. ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം, എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങള് അതിന് പറഞ്ഞോ. അർഷാദ് ചോദിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം. അർഷാദ് ക്യാമറ ഓൺ ആക്കിയാൽ ഇറ്റ് വുഡ് ബി നൈസ്, പ്ലീസ് ഡു. ഒരു മിനിറ്റ്. Yeah. Yes, everybody. Hi, thanks Anil. Switch on camera. Everybody, yes. Camera on ആക്കിക്കോളൂ. Questions ഒക്കെ അല്ലേ? എന്തുകൊണ്ടാ SAP ആണോ? FICO. അപ്പം ഞാൻ ആദ്യം എങ്ങനെ ചൂസ് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ബജാജ് അലയൻസിൽ ഇൻഷുറൻസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതെനിക്ക് വലിയ കരിയർ ഗ്രോത്തോ ഒന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ചങ്ങ് ലാഗ് ആയിട്ടെല്ലാം പോയതുപോലെ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കരിയർ രീതിയായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും അതിൽ വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല. ഇനി മുമ്പോട്ട് നോക്കുമ്പോൾ എനിക്ക് ഫ്യൂച്ചർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇടുന്ന എഫോർട്ട് എത്രത്തോളം നമുക്ക്
ഗെയിൻ കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഞാൻ ആദ്യം നോക്കിയത്, ഒരു ഫീൽഡ് നമുക്ക് ചൂസ് ചെയ്യാമെന്ന്. അപ്പൊ SAP കുറിച്ച് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരു 3 to 4 months മുമ്പ് തന്നെ ഞാൻ ഇത് ഓൾറെഡി എന്റെ സർക്കിളിൽ പഠിച്ച ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, SAP എന്താണ്, എങ്ങനെയാണ്, ജോബ് ഒക്കെ എങ്ങനെയായിരിക്കും, നമ്മൾ അതിന് ആപ്റ്റായ ആളാണോ എന്നൊക്കെ എല്ലാം ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പം ഡിസ്കസ് ചെയ്തിട്ട് തന്നെ ഞാൻ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാൻ ഇതാക്കി. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണെന്നൊന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ ഇത് എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചിറങ്ങി. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കോക്കനട്ടിലെത്തി. പിന്നെ ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ എന്നായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കോക്കനട്ടിൽ വന്നത്. എനിക്ക് ആക്ച്വലി നാഗർകോയിലാണ് ഞാൻ. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് സ്റ്റേ ചെയ്ത് ഫുൾ ആയിട്ട് ഇങ്ങനെ പഠിച്ച് ഇപ്പൊ എനിക്ക് ഏകദേശം തീരാറായി, എല്ലാം പ്രൊജക്റ്റ് ഒക്കെ ഒന്ന് തീർത്ത് സെറ്റ് ആയിരിക്കണം. സോ അങ്ങനെ എനിക്കിപ്പം ഞാൻ ജോബിന്റെ അന്വേഷണം ഒക്കെ തുടങ്ങി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇന്റർവ്യൂസ് കോൾസ് ഒന്നും ഒന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ കുറച്ച് ഇന്നും ഞാനും കുറച്ച് നിങ്ങൾ പറഞ്ഞ പോലെ സെൽഫ് ലേണിംഗ് ഞാനും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. സോ അതൊക്കെ ഞാൻ ഒന്ന് നോക്കി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ, പ്രശാസ് പോണ്ട അർഷദ്? അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ 3 years ഇങ്ങനെ ബോണ്ട് കാണും. ഏജ് എത്രയാണ്? 24 ആണ്. 24 ആണ്. അപ്പൊ അർഷദ് ചിലപ്പോ ഒരു 25-ലായിരിക്കും ചിലപ്പം ജോബ് ലാൻഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു 3 years ഒക്കെ ആവുമ്പം, 3 years കഴിഞ്ഞ ഒരു 28 ഒക്കെ ആവുമ്പം ലൈക്ക് 3 years എക്സ്പീരിയൻസിന് എന്റെ ഓർമ്മയില് അവര് 9 lakh to 12 lakh LPA വരെ കൊടുക്കും സ്റ്റുഡൻസിന്. അപ്പം ഞാൻ പറയുന്നത് അർഷദിന് ഇപ്പൊ ഒരു ഇന്റർവ്യൂ കിട്ടിയാൽ അർഷദ് അത് ക്രാക്ക് ചെയ്ത് കയറിയിട്ട് ആ 3 years കൊണ്ട് അർഷദിന്റെ പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ച് പാടാണ് എന്ന് തോന്നും, പക്ഷെ നമ്മൾ വിചാരിച്ച നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ചിലപ്പം ടോക്സിക് ആണെന്ന് വിചാരിക്കും കമ്പനിയിൽ, പക്ഷെ അതെല്ലാം നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം SAP ഒരിക്കലും ഈസി ആയിരിക്കത്തില്ല. കാരണം ചിലപ്പം മണിക്കൂറുകളോളം നമ്മളിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ഒരു 9 to 6 ജോബ് ആയിരിക്കത്തില്ല. ചിലപ്പം കിട്ടുന്ന പ്രൊജക്ട്സ് പല പല രാജ്യങ്ങളുടെ ആയിരിക്കും. അപ്പം അവരുടെ ടൈം സോൺ അനുസരിച്ച് മാറണം, ഇതും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പം നാളെ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ വന്നാൽ അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുമോ? ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ ഫീൽഡ് കയറുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഫുൾ ഞാൻ ഇതാക്കി. ഈ ജോലി എങ്ങനെയായിരിക്കും, ഒരു 9 to 5 ജോലിയല്ല, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയ എൻവയോൺമെന്റ് ആയി തന്നെ ആയിരിക്കും. എല്ലാം ഞാൻ ആദ്യം തന്നെ ഞാൻ തന്നെ ഒന്ന് അതൊക്കെ പഠിച്ചെടുത്ത് ഇങ്ങനെയാണ് എന്നുള്ളത്. അർഷദ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അർഷദിന് എനിക്ക് എന്റെ അടുത്ത് ECC S/4HANA തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു തരാൻ പറ്റുമോ? ECC S/4HANA ഡിഫറൻസ്, പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്. എനിക്ക് ഈ പബ്ലിക് ക്ലൗഡ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ അതുകുറിച്ച് അത്രത്തോളം എനിക്ക് ഇതില്ല. ഇത് സംഭവം എന്ന് പറയുമ്പം നമ്മൾ എനിക്ക് തോന്നുന്ന കോക്കനട്ടിൽ ECC സെർവർ ആണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ECC സെർവർ അപ്ഗ്രേഡഡ് ആയിട്ട് S/4HANA ആയി. S/4HANA വരുമ്പം മെയിൻ ഇതെന്ന് പറയുമ്പം നമ്മള് T കോഡ്സ് ഒക്കെ ഉണ്ട്, എന്നാലും കുറെയൊക്കെ കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ആയി. കറന്റ്ലി ഞങ്ങൾ യൂസ് ചെയ്യുന്നത് S/4HANA ആണ്. ഞാൻ അത് ക്രോസ് ചെക്ക് ചെയ്ത്. എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അറിയാനുള്ള ഒരാള് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുണ്ട്. അപ്പം അയാൾ എന്റെ ഇത് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ഇത് S/4HANA ആണെന്ന് പറഞ്ഞു. സോ ഐ എം ഷുവർ ഇത് S/4HANA ആണ്. ECC ഒരു അപ്ഗ്രേഡ് ആക്കി. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ വരെ പഠിച്ച S/4HANA ആണ്. എന്തായാലും SAPയില് കരിയർ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് SAPയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഒരു കണക്ട് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം ലിങ്ക്ഡിലായാലും എന്തിലായാലും നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യണം അവരെയൊക്കെ. അവരുടെ അടുത്ത് ചോദിക്കണം എങ്ങനെയാണ് ഞങ്ങൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് നിങ്ങളായിട്ട് ഒരു എഫേർട്ട് ഇടണം. മനസ്സിലായോ? ഒരു ഇന്റർവ്യൂവിന് പോയാൽ അത് പാസ്സാവണം നിങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വേക്കൻസീസ് ഉണ്ടെങ്കിൽ തന്നെ പകുതി മുക്കാലും ബാക്ക് ഓഫീസ് വഴി പോകും. അപ്പൊ ഈ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂവലാണ്. അപ്പൊ കോക്കനട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടു തന്നാൽ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ അവിടെ വന്നപ്പം പറഞ്ഞു സ്റ്റുഡൻസ് ഇന്റർവ്യൂ പാസ്സാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് കോക്കനട്ട് മാത്രമല്ല കേരളത്തിൽ SAP പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്.
ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ നിങ്ങളെ പോലെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്നുണ്ട്. അവര് വേറെ അടുത്തോട്ട് പോയി അവരവിടെ സാറ്റിസ്ഫൈഡ് ആയാൽ പിന്നെ അവർ തിരിച്ചു വരത്തില്ല. അപ്പൊ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. എന്നാലേ ഇനി അടുത്ത ബാച്ച് വരുമ്പം അവർക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പം ഹർഷത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഭയങ്കര ബ്രീഫായിട്ട്, ഇപ്പം വാട്ട് ഇസ് SAP എന്ന് വെച്ചാൽ ഹർഷത് എന്താ പറയും? സോ വാട്ട് ഇസ് SAP? ഒരു ERP സോഫ്റ്റ്വെയർ ഒരു ബിസിനസ് ഫുൾ പ്രോസസ്സിനെ എളുപ്പമായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് SAPയുടെ മെയിൻ. അത്രയും പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഓർഗനൈസേഷണൽ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ പറയും? ഓർഗനൈസേഷണൽ എലമെന്റ്സ് അത് ഇങ്ങനെ ഇതാണ്: കമ്പനി കോഡ്, ബിസിനസ് ഏരിയ, ഫംഗ്ഷൻ രീതി, എന്റർപ്രൈസ് സ്ട്രക്ചർ. ഓക്കെ, ഇത് അഞ്ചാണ് മെയിൻ പ്രശ്നം എന്ന് പറയുമ്പം. നമ്മൾ ഈ കോഴ്സ് ഇങ്ങനെ പഠിച്ചു പോകുമ്പം നമ്മള് ഇത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കണം. ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തപ്പം എന്നെ ഇന്റേൺഷിപ്പ് ചെയ്ത ആള് ഇങ്ങനെ പഠിപ്പിച്ചു പോകുമ്പോൾ തന്നെ പറഞ്ഞത് ഓർഗനൈസേഷണൽ എലമെന്റ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട്: കമ്പനി എന്താണ്, കമ്പനി കോഡ് എന്താണ്, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ എന്താണ്, ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റ് എന്താണ്, APPയുടെ സ്റ്റെപ്സ് പറയുക. APPയുടെ സ്റ്റെപ്സ് അറിയാമോ? ഓട്ടോമാറ്റിക് പേയ്മെന്റ് പ്രോഗ്രാമിന്റെ ആദ്യം നമ്മൾ ബാങ്ക് കോൺഫിഗർ ചെയ്യുന്നതിന് ശേഷം APPയുടെ ഇത് നമ്മൾ നമ്മുടെ ബാങ്കിൽ APPയുടെ ഫസ്റ്റ് കോൺഫിഗറേഷൻ ചെയ്യും. അതിൽ ഏത് ബാങ്ക് ഏത് കമ്പനി കോഡാണെന്ന് നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ ചെയ്തിട്ട് പേയിങ് കമ്പനി കോഡ് എന്താണ് അത് നമ്മൾ കോൺഫിഗർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് പേയ്മെന്റ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് ഒക്കെ ഒരു കോഡ്, കമ്പനി കോഡ്സ്, പേയ്മെന്റ് മെത്തേഡ്സ് ഇൻ കമ്പനി കൺട്രി, പേയ്മെന്റ് മെത്തേഡ്സ് ഇൻ കമ്പനി കോഡ്, ബാങ്ക് റിക്വസിഷൻ. അപ്പൊ ഇത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ അറിയാമല്ലോ. ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, കൺട്രി സ്പെസിഫിക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇനി എന്താണ് ഡൗട്ട് ചോദിക്കാനുള്ളത്? നിങ്ങൾക്ക് ECC തന്നെ കിട്ടണമെന്നില്ല, S4 അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ പബ്ലിക് ക്ലൗഡ് ആയിരിക്കും, പ്രൈവറ്റ് ക്ലൗഡ് ആയിരിക്കും. ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് കുറെ സംശയങ്ങളുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയം ഒന്നും ഇടാം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഗ്ലോബൽ ഇരുന്നാൽ തന്നെ കൺസൾട്ടന്റ് ആയിട്ട് കയറാൻ പറ്റുമോ? ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് ഇരുന്നാൽ തന്നെ കൺസൾട്ടന്റ് ആയിട്ട് കയറാൻ പറ്റുമോ? നമ്മളെല്ലാരും കൺസൾട്ടന്റ് ആയിട്ട് തന്നെ കയറുന്നത്. പക്ഷെ നമ്മൾ കൺസൾട്ടന്റ് ആയിട്ട് കയറുമ്പോഴും നമ്മൾ ചിലപ്പം എൻഡ് യൂസർ ഇത് ചെയ്യേണ്ടി വരും. നമ്മൾ കുറെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കൺസൾട്ടന്റ് മെയിൻ ആയിട്ട് ഇപ്പം അർഷദ് എൻഡ് യൂസർ ആണ്. അർഷദിന് SAPയിൽ ഒരു ബ്ലോക്ക് വന്ന്, എറർ വന്ന്, അപ്പം കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഗ്ലോബൽ സർട്ടിഫിക്കറ്റോ ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം ഗൾഫ് കൺട്രീസ് ഒക്കെ ഒരുപാട് ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ അവർ പ്രോജക്ട്സ് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഫ്രഷേഴ്സ്, നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാൽ അവർ അർഷദിനെ കൂടുതൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. പക്ഷെ അർഷദ് ഞാൻ ഒരേ ലെവലിൽ ഇന്റർവ്യൂ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ അർഷദിന് ഗ്ലോബൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിക്കൊണ്ട് അവർ അർഷദിനെ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊന്ന് ഇന്റേണൽ ഹയറിംഗ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് കയറുമ്പോൾ തന്നെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് തന്നെ കയറാൻ നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്ക് കുറെ കമ്പനികളിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇന്റേണൽ ഹയറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എൻഡ് യൂസർ ആയിട്ട് കയറിയിട്ട് ഒരു 2 years അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കൺസൾട്ടന്റ് ഓപ്പണിംഗ് വരുന്ന ആ സമയത്ത് നമ്മൾ കയറാന്നുള്ളത്. അപ്പം ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? മാക്സിമം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷൻ കിട്ടിയില്ല എന്നുള്ള ഒരു രീതിയിൽ. അത് ഇപ്പം എനിക്കും ഇങ്ങനത്തെ എൻഡ് യൂസർ ജോബ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് കൊടുത്തിട്ടില്ല. കാരണം അവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതേ അർഷദിന്റെ അടുത്ത് പറഞ്ഞത് അതേ സെയിം കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സർട്ടനിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ഇതില്.
കാരണം എൻഡ് യൂസറായിട്ട് കയറിയ വലിയ കരിയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം. പക്ഷെ ചിലപ്പം അത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയി. ചിലപ്പോൾ അർച്ചത് 2 years കൊണ്ട് എൻഡ് യൂസറിന്റെ വർക്ക് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺസൾട്ടന്റ് ആയി മാറുമ്പോൾ ആ ജോബ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം എൻഡ് യൂസറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ കൺസൾട്ടന്റിന്റെ ഇത്. അപ്പൊ വർക്ക് ഒരു 2 years എൻഡ് യൂസറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഡൗട്ട് ചിലപ്പോൾ APP ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻവോയ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പല ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ അർഷദ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടായിക്കൊണ്ട് പിന്നെ അർഷദ് കൺസൾട്ടന്റ് ആയി കഴിഞ്ഞ് എൻഡ് യൂസറിന് ഇത് വരുമ്പം അർഷദിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ ഞാൻ ഈ പ്രൈമറിലി പറയുന്ന കൺസൾട്ടന്റ് ആയിട്ട് എല്ലാരെയും കൺസൾട്ടന്റ് ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. എൻഡ് യൂസറിനെ നോക്കിയാൽ അറിയാം വേക്കൻസീസ് കുറവാണ്. കാരണം എൻഡ് യൂസർ എന്നൊക്കെ പറയുമ്പം UAE-യിലാണെങ്കിൽ തന്നെ അവിടെ ഓൾറെഡി അക്കൗണ്ടൻസ് ഉണ്ട്. അവര് SAP-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ആൾക്കാർക്ക് ചെറിയ ട്രെയിനിങ്ങോ രീതിയിലോ ഒക്കെ അവർ ചെയ്താൽ അവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റും. കൺസൾട്ടന്റ് ഇത് മാത്രമേ അവർക്ക് പ്രശ്നം വരുത്തുള്ളൂ. എറർ സംഭവിക്കുമ്പോൾ എന്താണ് അത് പോസ്റ്റ് ആവാത്തെന്നുള്ളൊരു ഇതൊക്കെ അവർക്ക് ഇതാവത്തുള്ളൂ. അപ്പം കൺസൾട്ടന്റ് ആയിരിക്കും വർഷത്തെ കിട്ടുന്നത്. എൻഡ് യൂസറായിട്ട് കിട്ടണമെന്നില്ല. മറ്റൊന്ന് ഞാൻ ഇങ്ങനെ ജോബ് സെർച്ച് ചെയ്തപ്പോ എനിക്ക് കുറെ കോൾസ് ഉണ്ടായിരുന്നു. അപ്പം അതിലൊരു കോൾ എങ്ങനെയാ വെച്ചാൽ ഒരു ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പം അവർ ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ സാലറി ഒന്നും ഇല്ല, ആദ്യത്തെ 6 months നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണം, അതിനുശേഷം നിങ്ങൾ എല്ലാം ഓക്കെ ആണെങ്കിൽ പെർമനന്റ് ആക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതിലൊന്നും സംശയം എന്താന്ന് വെച്ചാൽ ഇപ്പം ആദ്യത്തെ 6 months നമ്മൾ ഇവിടെ വർക്ക് ചെയ്തു, അപ്പം സാലറി ഇല്ല, ഓക്കെ, ഇങ്ങനെ നമ്മൾ പിടിച്ച് നിൽക്കാൻ റിസ്ക് എടുത്ത് എല്ലാം ഓക്കെയാണ്. പക്ഷെ ആ 6 months ശേഷം നമുക്ക് അവിടെ ജോബ് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഇതേ സെയിം എനിക്ക് വന്നിട്ടുണ്ട്. എന്റെ അടുത്ത് പറഞ്ഞത് ആദ്യത്തെ 6 months 5,000 ഉള്ളെന്നാ. 5,000 വർഷം എങ്ങനെ പോയി ഹൈദരാബാദിൽ നിൽക്കാൻ പറ്റും വർഷം? അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയാ ഓക്കെ, ആ ബാക്കി സമയത്തിലൊന്നും നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പാർട്ട് ടൈം ജോബ് ഇതാക്കി നമ്മുടെ ബേസിക് ലിവിങ് ഒന്നും നമ്മൾ ഇങ്ങനെ ഇതാക്കാം, റിസ്ക് എടുക്കാന്നുള്ള രീതിക്ക് ഞാൻ ആദ്യം ആലോചിച്ചു. പിന്നെ എനിക്കൊരു ഇത് ഓക്കെ, അപ്പം കമ്പനിയുടെ ജോബൊക്കെ എനിക്ക് നോക്കാൻ പറ്റുമോ എന്നുള്ള സംശയം എനിക്ക് വന്നു. അപ്പൊ ഞാൻ അതൊന്ന് ബാക്കായി. ഓക്കെ, പറഞ്ഞാണെന്ന് നിങ്ങൾക്ക് റിയൽ ഇംപ്ലിമെന്റേഷൻ പ്രോജക്ട്സ് നിങ്ങൾക്ക് പാർട്ടേക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരു സീനിയർ ഒക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര്? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെന്താ ഒരു ജസ്റ്റ് ജോബ്, പക്ഷെ 6 മാസം. ഞാൻ പറഞ്ഞല്ലോ ഇവര് ഷേഴ്സിന് മാക്സിമം സ്ട്രഗിൾ ചെയ്യാൻ ഇതാക്കും. പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള SAP കമ്പനീസ് ആണെങ്കിൽ ഈ 6 മാസം സാലറി ഒന്നും തരാതിരിക്കത്തില്ല. അവര് ഞാൻ പറഞ്ഞ ഇതേ പറയത്തുള്ളൂ, 15,000 കാണത്തുള്ളൂ, 3 years നിൽക്കണം, അല്ലെങ്കിൽ 2.5 years നിൽക്കണം. അങ്ങനെ പറയുന്ന കമ്പനികളാണെങ്കിൽ കുറച്ച് ധൈര്യമായിട്ട് കയറിക്കും. പിന്നെ നിങ്ങൾ അവിടെ കയറുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചിലപ്പം 1 lakhന്റെ ചെക്ക് ചെയ്ത് കൊടുക്കണം. ചെക്ക് 1 lakhന്റെ 2 lakhന്റെ. കാരണം നിങ്ങൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അവരത് എടുക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പേ ചെയ്യുന്നത് ഒരു ലീഗൽ ഫൈൻ ആണ്, അത് ഓക്കെയാണ്. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ബാക്ക് എൻഡ് പ്രോസസ് വഴി നമ്മളെ ഇതെടുക്കൂലേ, ഇങ്ങനെ ഒരാളിങ്ങനെ പറയുന്നു ഇത്ര അമൗണ്ട് പേ ചെയ്താ ഈ ജോലി, ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇത്ര അമൗണ്ട് നിങ്ങൾ പേ ചെയ്താ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ജോലി കിട്ടുമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പൈസ കൊടുത്ത് ട്രസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുമോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമോ എന്നുള്ളത്? അങ്ങനൊന്നും പോകരുത്. അത് ഹയറിങ് കാശ് കൊടുത്തിട്ട് ഉള്ള ഹയറിങ് അത് കഴിവതും പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എത്ര ജെന്യൂൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല കമ്പനികളാണെങ്കിൽ ഇങ്ങനെ കാശൊന്നും മേടിക്കത്തില്ല. അവര് നിങ്ങളെ ഇന്റർവ്യൂ നിങ്ങൾ പെർഫോം ചെയ്താൽ നിങ്ങളെ ഹയർ ചെയ്തിട്ട്, പക്ഷെ ഞാൻ ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ നിങ്ങൾ ഇതാക്കണം. പക്ഷെ ഇത് ഇപ്പം കണ്ടിന്യൂസ്ലി കോക്കനട്ട് കണക്ട് ചെയ്യുക. മിക്കവാറും ഓൺലൈൻ വഴി അല്ല, കോക്കനട്ട് വഴിയായിരിക്കും കൂടുതൽ പ്ലേസ്മെന്റ് ചാൻസ് കിട്ടുന്നത്. ആ കിട്ടുന്ന ഇന്റർവ്യൂ വർഷത് FI അല്ലേ? ഞാനിപ്പോ അവസാനം കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരു 80% ഞാൻ പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും പ്ലേസ്ഡ് ആവും ഇന്റർവ്യൂ കിട്ടി.
ഓക്കെ, ഇനി അടുത്ത. ഓക്കെ, താങ്ക് യു. എനിക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഓക്കെ, ഇതുവരെ എനിക്ക് ഉണ്ടായിരുന്ന കുറെ സംശയങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് പകുതി ഒന്ന് ഇതായി. എക്സ്ട്രാ ആയിരുന്നൊക്കെ ഞാൻ ചോദിച്ചു. താങ്ക് യു. Thank you. Anyone else? Yes? Questions? ഞാൻ ചോദിക്കാം. ഈ പേടിക്കണ്ട, നമ്മള് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് ഒരു കൂട്ടുകാരായിട്ട് സംസാരിക്കുന്ന രീതി മാത്രം കണ്ടാൽ മതി. ഈ അഭിരാം സംസാരിക്കാൻ ഓക്കെ ആണോ? സ്ക്രീനിൽ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. എല്ലാവരും വീഡിയോസ് ഒക്കെ ഓൺ ആക്കിയാൽ it would be great. Everyone, yes? For a few minutes? Yes? ഡൗട്ട് ഒന്നുമില്ല, പറഞ്ഞെല്ലാം ക്ലിയർ ആയി. ഓക്കെയാണ്. ഓക്കെയാണ്. അഭിരാം എന്താണ് SAP ചൂസ് ചെയ്യാനുള്ള കാരണം? ഞാനിപ്പോ ഡിഗ്രി സ്റ്റുഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന് വെക്കേഷൻ ടൈമിൽ ഒന്ന് കയറിയതാ. കോളേജിൽ പോയിക്കൊണ്ടിരുന്ന അക്കാഡമിയിൽ നിന്ന് അന്ന് നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി പറഞ്ഞു തന്നെ. അപ്പം അങ്ങനെ കയറി പഠിക്കാന്ന് വെച്ച് കയറിയതാ. അഭിരാമ് കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് SAP പഠിക്കുക എന്നുള്ളത്. ഇനി SAP ഒരു കരിയർ പഠിക്കുന്ന എൻഡ് യൂസർ ലെവലാണ് പഠിക്കുന്നത്. ഞാൻ ഇപ്പൊ പഠിക്കുന്നത് എൻഡ് യൂസർ ലെവലാണ് പഠിക്കുന്നത്. എൻഡ് യൂസറും കൺസൾട്ടന്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് പിന്നെ അഭിരാമ, നിങ്ങൾ എല്ലാരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ പഠിക്കുന്ന ഒന്നുമല്ല യഥാർത്ഥ SAP ജോലി. നമ്മളൊരു കമ്പനിയിൽ കയറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജോലി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ കരിയറില് യഥാർത്ഥ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു ജോബിൽ കയറുമ്പോഴാണ്. അത് മനസ്സിലാക്കണം. സെൽഫായിട്ട് ലേൺ ചെയ്ത് അതൊക്കെ പറ്റും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. ഇത്രയും വലിയ ഫീൽഡിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്കൊക്കെ പറ്റും. അപ്പം SAPയിൽ കഴിവതും SAPയിൽ ഒരു കരിയർ പെർസ്യൂ ചെയ്യാൻ നോക്കുക. എന്താണ് BCom MBA ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ടോ? ഇപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഡിസ്റ്റന്റ് ആയിട്ടെല്ലാം PG അങ്ങനെ നോക്കുന്നുണ്ട്. MBA പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്ലേസ്മെന്റ് വരുന്ന കോളേജസ് പ്രിഫർ ചെയ്യുക. അങ്ങനെ ആകുമ്പം തുടക്കം തന്നെ നമുക്ക് EY പോലത്തെ കമ്പനികളിലൊക്കെ കയറാൻ പറ്റിയ അത്രയും നല്ലത്. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ MNCയിലൊക്കെ കയറാം. കാരണം TCS, അലിയൻസ്, EY, PwC, ഡിലോയിറ്റ് ഇവരൊക്കെ 3 years പ്ലസ് ആണെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇനി അടുത്ത ആരാ? 18 എബി സംസാരിക്കാൻ റെഡിയാണോ? എബി ഇനിയിപ്പോ ഞാൻ ഗേൾസിനെ ആരെങ്കിലും വിളിക്കാം. ആരാ സ്വന്തമായിട്ട് സംസാരിക്കാൻ റെഡിയായി നിൽക്കുന്നവര്? അത് നിങ്ങളിങ്ങനെ മടിച്ചു നിൽക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോയാൽ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമോ? നിങ്ങൾ നല്ല ബോൾഡായിട്ട് ചിലപ്പോൾ ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നല്ല ബോൾഡായിട്ട് നിന്നാൽ ചിലപ്പോൾ നിങ്ങളെ അവർ ഹയർ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലൊക്കെ മൈക്ക് ഓൺ ആക്കി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഗായത്രി, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇത് എല്ലാരും FI സ്റ്റുഡൻസ് ആണോ? എനിക്ക് തോന്നുന്നു മിക്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വേറെ ഉള്ളവരും ഉണ്ട്. FIയിലാണ് ഞാൻ കൂടുതൽ കാണുന്നത്, കണ്ട പേരുകളൊക്കെ. കാവ്യ, എനിക്കിനി ആരുമില്ലെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഞാൻ നിങ്ങളിതില് ഓൾഡ് ആണ്, വയസ്സായ ഒരാളാണ്. സാർക്ക് എത്ര വയസ്സായിട്ടുണ്ട് ഫ്രാങ്ക്ലി? എനിക്ക് 30. ഓക്കെ, 30 അല്ലേ ആയുള്ളൂ. ഞാൻ 43 ആണ്. ഓൾറെഡി ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ ബാച്ചിലർ ഞാൻ സോഷ്യോളജി തീർത്തതാണ്. പക്ഷെ അക്കൗണ്ട്സിൽ 1 month വെക്കേഷനിൽ പോയ ഒരാള് പകരം കയറി അങ്ങനെ അക്കൗണ്ടന്റ് ആയിട്ട് പിന്നെ നാട്ടിൽ വന്ന് ഇഗ്നോന്റെ MCOM 2 വർഷം 2015 തീർത്ത് SAP ആണ് കമ്പനിയിൽ യൂസ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അക്കൗണ്ടന്റ് പരിചയം ഇല്ല അന്ന്. പിന്നെ കമ്പനിയിൽ ജോലി ചെയ്ത് ഏകദേശം ടീ കോഡുകളൊക്കെ അൽഹംദുലില്ലാ. പിന്നെ അതിന്റെ ഓൾറെഡി ഞാൻ പഠിക്കുമ്പോൾ തന്നെ മാത്സിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ആ പണ്ട്. അപ്പൊ അതും ഹെൽപ്പായി. അപ്പൊ ഒന്നുകൂടെ എൻ്റെ പിന്നെ ജോബ് ഫീൽഡ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊക്കോനറ്റിൽ ചേർന്നത്. ഇനിയൊരു സാധ്യത ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എൻ്റെ ഇപ്പോഴുള്ള പിന്നെ ഫീൽഡ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ പോരെ. പിന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം എക്സ്പീരിയൻസ് എത്ര SAP ഒക്കെ യൂസ് ചെയ്യാൻ നോക്കിയിട്ട്? SAP യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. അപ്പൊ പക്ഷേ പിന്നെ എന്തിനാ ഞാൻ കൊക്കോനറ്റിൽ ചേർന്ന് വെച്ചാല് പിന്നെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതൊന്നും എൻ്റെ ആക്സസിൽ ഇല്ല കമ്പനിയില്. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഒരു അക്കൗണ്ട്സ് മന്ത്ലി ക്ലോസിങ് എങ്ങനെയാണ് പഠിക്കാനൊക്കെയാണ് ഞാൻ ചേർന്നത്. വേറെ ഒന്നും ചോദിക്കാൻ ഞാൻ പിന്നെ CMA ഉദ്ദേശിക്കുന്നുണ്ട് ഡിസ്റ്റൻസിൽ, US CMA. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇനി ഫ്യൂച്ചർ, അതായത് എനിക്ക് ഇപ്പോൾ ഉള്ള കമ്പനിയിൽ ഒന്നിന്റെ ആവശ്യമില്ല ഇനി. കാരണം പിന്നെ ഓക്കെ ചിലപ്പോ CMA എടുത്ത ചിലപ്പോ ഒന്നുകൂടെ സൂപ്പർവൈസറി ലെവലിലൊക്കെ വരുമായിരിക്കും. നല്ല കമ്പനികളിൽ അതിലും വലിയ പൊസിഷനിലൊക്കെ കയറാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുമ്പം എക്സ്പീരിയൻസ് ആണ് പാട്. എനിക്കതുണ്ട്. അപ്പൊ തനിക്ക് ഇനി മാറി കയറാം. സൗദിയിൽ ഏത് കമ്പനിയില്? സൗദിയില് പിന്നെ നഫ്സൽ എന്ന് പറയും. എന്താണ്, എന്ത് ബേസാണോ? നമ്മുടെ ടോപ്പ് ഉണ്ടാക്കുന്ന, ക്യാനിന്റെ ടോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോ പിന്നെ ഞാൻ വേറെ ഒന്ന് പിന്നെ ഫേസ് ചെയ്തത് നാട്ടില് M.Com, അത് M.Com PG ആണോ അത് ഡിപ്ലോമ ആണോ? അത് ഞാൻ സിലബസിന്റെ പുറത്തുനിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് മാത്രം. ഇഗ്നോന്റെ M.Com 2 വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് PG ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത് ഡിപ്ലോമ ആയിട്ട്? PG ആണല്ലോ അല്ലേ? ഓക്കെ. അതായത് ഒരു ഡിസ്റ്റൻസ് അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ CMA കുറിച്ച് ആലോചിക്കാൻ കഴിയും. UAE അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അവരങ്ങനെ വലുതായിട്ട് ഒന്നും ചോദിക്കാൻ ഓർമ്മയില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ശ്വേത എന്തിനാണ് SAP ചൂസ് ചെയ്തത്? SAP ഹായ്, സോറി ക്യാമറ ഓൺ ചെയ്യാൻ പറ്റാത്ത. പ്രശ്നമൊന്നുമില്ല, ചോദിച്ചാൽ മതി. ഇല്ല, ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തിട്ടില്ല. എനിക്കിത് കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി കയറിയത്. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി എന്റെ കരിയർ ചൂസിനൊക്കെ. ഇല്ല, ഞാൻ പഠിച്ചു കുറെ കാലമായി. എന്റെ ഏജ് 30 ആണ് ആക്ച്വലി ഇപ്പൊ. അപ്പോ എനിക്ക് കുറെ കരിയർ ഗ്യാപ്പ് ഉണ്ട്. മാരേജ്, പിന്നെ ഇപ്പോ കിഡ് ആയിട്ടുണ്ട്. ഒരു ബിക്കോസ് എനിക്ക് അതായിരുന്നു ഒരു വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എനിക്ക് കരിയർ ഗ്യാപ്പ് കുറെ ഉണ്ട്. സോ അത് കാരണം എങ്ങനെയാണ് ഇതിലേക്ക് ഇനിയിപ്പോ കയറേണ്ടത്? ഇതിപ്പോ ജോയിൻ സംഭവങ്ങളൊന്നും ഇല്ല ശ്വേത. ഇന്റർവ്യൂ പോയി നല്ല രീതിയിൽ പെർഫോം ചെയ്ത അവര് ഹയർ ചെയ്യും. പിന്നെ മാരീഡ് ഒക്കെ ആയിക്കൊണ്ട് ചിലപ്പം ഹൈദരാബാദൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതെങ്കിൽ ശ്വേത റീലൊക്കേറ്റ് ചെയ്യാൻ റെഡിയാണോ? ഇല്ല, റീലൊക്കേറ്റ് ചെയ്യാനൊന്നും കുഴപ്പമില്ല, റെഡിയാണ്. ഞാനിപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാലോ വെച്ചിട്ട്. ഞാൻ MBA ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ് പഠിച്ചത്. ഡിസ്റ്റൻസിലാണ് പഠിച്ചത്. പക്ഷെ എന്റെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ടോട്ടലി ഈ ഫീൽഡ് അല്ല, വേറെ ഫീൽഡ് ആയിരുന്നു. അപ്പൊ അത് ഇനി എഫക്ട് ആവുമെന്നൊരു. SAP മെയിൻലി ഒരു IT ഫീൽഡാണ്. ഞാൻ MBA പഠിച്ചിട്ട് IT ഫീൽഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് നല്ലതാണ്, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റും. ഏജ് ഒരു ക്രൈറ്റീരിയ അല്ല അല്ലേ? 30+ ആണെങ്കിലും. ഞാനിപ്പോ 30 ഇയേഴ്സിനാണല്ലോ കയറി. എന്റെ ഫ്രണ്ട് ഇപ്പം അവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് അവനും 30-ലാണ്. കാരണം ഞങ്ങള് കോക്കോനറ്റിന്ന് ഞങ്ങള് ഒരു ഗ്രൂപ്പിന് ടെക്നോ പാർക്കിൽ 2 months ട്രെയിനിങ്ങിന് വിട്ടായിരുന്നു. ഞങ്ങള് 3-4 പേരും ഞങ്ങളെല്ലാവരും 30 ഇയേഴ്സ് ആണ്. ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ SAP കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവർക്കും ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് SAP ഗ്യാപ്പ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്റർവ്യൂവില് അവരെ പെർഫോമൻസ് നല്ലതാണെങ്കിൽ അവര് ഹയർ ചെയ്യും. നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ ഓർക്കണം, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം പിന്നെ അവർക്ക് എന്തെങ്കിലും വേക്കൻസീസ് വരുമ്പോൾ അവർ കോക്കോനട്ടിലെ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്യത്തുള്ളൂ. നിങ്ങളിപ്പം 5 പേരുണ്ടെങ്കിൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ബാക്കി 4 പേരിൽ ഒരാളെ ആയിരിക്കും അവർ വിളിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആൾക്കാർ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോ ഇപ്പൊ ഇത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് ലൈക്ക് അബ്രോഡില് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് പോകുന്നതാണോ നല്ലത്, അതോ ഡയറക്റ്റ്ലി ഇപ്പൊ അബ്രോഡ് പോകാനുള്ള പ്ലാൻ, UAE പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ പോയി എനിക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഇവിടെയൊക്കെ കൊല്ലത്തിരുന്ന് വർക്ക് ചെയ്യുന്നെങ്കിലും ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ പ്രോജക്റ്റ് ആഫ്രിക്കയിലെ പ്രോജക്റ്റ് ആണ്. UAE പ്രോജക്ട്സ് ഒക്കെ ഒരുവിധം എല്ലാം ഇന്ത്യൻ കമ്പനികളാണ്. UAE ഏറ്റവും വലിയ കമ്പനിയാണ് അഡ്നോക്ക്. അഡ്നോക്കിന്റെ SAP ഇംപ്ലിമെന്റ് ചെയ്തത് എന്റെ ഫ്രണ്ടാണ്. അപ്പം SAP ഇപ്പം താൻ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് അവിടെ പോയാൽ അവിടെ ഇരുന്ന് എന്റെ ഈ ഇംപ്ലിമെന്റ് ചെയ്ത ഫ്രണ്ട് ആദ്യം SAP എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഗൾഫിൽ ഇരുന്നായിരുന്നു. 3 years ചെയ്തിട്ടാണ് തിരിച്ച് നാട്ടിൽ വന്നിങ്ങനെ കയറിയത്. അതുകൊണ്ട് SAP എക്സ്പീരിയൻസ് എവിടെ ഇരുന്ന് ഗെയിൻ ചെയ്താലും നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ SAP പഠിച്ചിറങ്ങി ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല. അതാണ് അതൊരു ഇതാണ്. കാരണം എന്താന്ന് വെച്ചാൽ എങ്ങനെയൊരു 1 year എങ്കിലും ആവുന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ? 1 year ഒന്നും വെച്ച് വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. മിനിമം 2 years വേണം. 2 years. ഓക്കെ. ഞാനിപ്പം SAPയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ഗൾഫിൽ പോവാന്ന് പറഞ്ഞ് അവർ SAP ഇതില് എടുക്കണമെന്നില്ല. അവർ എക്സ്പീരിയൻസ് ചോദിക്കും. ഇപ്പം UAE-ലൊക്കെ ഞാൻ അറിഞ്ഞത് ഒരുപാട് പേര് അവിടെ ഈ വോറും സംഭവങ്ങളും കാരണം കമ്പനികളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ജോലി എന്ന് പറഞ്ഞിട്ട് ചില കമ്പനികളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അവരുടെ മൈഗ്രേഷൻ ജോബൊക്കെ നമുക്ക് വരും, SAP-കാർക്ക് വരും. SAP പിന്നെ UAE മാത്രം ബേസ് ചെയ്തിരിക്കുന്ന കമ്പനി അല്ലല്ലോ, ലോകത്ത് ഫുൾ ഉണ്ടല്ലോ. നമുക്കൊക്കെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾ എല്ലാവരും SAP പഠിച്ചവരും പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് SAP ചൂസ് ചെയ്യാന്ന്. പക്ഷെ ഞാനായാലും കോക്കനട്ട് ആയാലും ഇപ്പോഴും പറയുന്നു, നിങ്ങൾ SAP പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് 100% ജോബ് കിട്ടുമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, കോക്കനട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവര് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവിടുത്തെ പ്ലേസ്മെന്റ് ടീം നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അവർക്ക് അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവിടെ പഠിച്ച എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവണം, അവർക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അവർ ഇത്രയും ഇത് ചെയ്യുന്നത്. ഒരുപാട് കമ്പനികളായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, റെഗുലർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പം കോക്കനട്ട് പഠിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ SAP കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. എന്റെ ഫ്രണ്ട് കോക്കനട്ട് പഠിച്ചുകൊണ്ടാണ് അവനാണ് പറഞ്ഞത് കോക്കനട്ട് ജോയിൻ. അവൻ എൻ്റെ അടുത്ത് കോക്കനട്ടിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അവനെൻ്റെ അടുത്ത് പറഞ്ഞ അറോൾഡ് ഞാൻ പറയുന്നത്, നീ SAP പഠിച്ചുകൊണ്ട് നിനക്ക് ജോബ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും 100% ഗ്യാരണ്ടി പറയുന്നില്ലെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ കോക്കനട്ടി വന്ന് പറഞ്ഞു, പക്ഷെ അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നീ പഠിച്ച് എത്ര നാൾ കഴിഞ്ഞാലും നീ കോക്കനട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ആ ഒരു ഇത് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ കുറെ നാൾക്ക് ശേഷം വിളിച്ചത്. അപ്പം അവര് പറഞ്ഞു, നീ ഒരു 2 ദിവസം മുമ്പ് വിളിച്ചായിരുന്നെങ്കിൽ നമുക്ക് EYയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് ആലിയൻസിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. പിന്നെയാണ് എൻ്റെ അടുത്ത് ഈ ഹൈദരാബാദ് കമ്പനിയുടെ കാര്യം പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു അവര് 4-5 CV അയച്ചു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഞാൻ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ അവര് സാറ്റിസ്ഫൈഡ് ആണ്, അവരെന്നെ ഹയർ ചെയ്തു. അപ്പൊ നിങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഇവര് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കൊണ്ട് തരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഇവരെപ്പോഴും നിങ്ങളെ ഇൻ ആൻഡ് ഔട്ട് സപ്പോർട്ട് ചെയ്തോളൂ.
ഓക്കെ, അർണോൾഡ് ക്വസ്റ്റ്യൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ ഇപ്പോഴാണ്? ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറ. ഓക്കെ, പേരെടുത്ത് ചോദിക്കുന്നില്ല. പേരെടുത്ത് ചോദിക്കണം, വേണ്ടല്ലോ. വേണ്ട, നമുക്ക് ഒന്ന് ബ്രീഫ് ചെയ്ത് പോവാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഇൻ കേസ് അവർക്ക് ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ. ടൈം ഇപ്പോൾ ഏകദേശം ആവുന്നത് കൊണ്ട് അവർക്ക് വേറെ സെഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് ചെയ്തിട്ട് പിന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡോക്യുമെന്റ് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങള് ക്വസ്റ്റ്യൻസ് നിങ്ങള് ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്യുക. എന്നിട്ട് ചാറ്റ് GPT ഉപയോഗിച്ചോ ഗൂഗിൾ ഉപയോഗിച്ചോ സിമ്പിൾ ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതാക്കാം. പോസ്റ്റിംഗ് കീ എന്താണെന്ന് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതർ മൊഡ്യൂൾസ് ഇൻ ടു വിച്ച് FI is integrated. അപ്പം നിങ്ങൾക്ക് അറിയാലോ, വേറെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സസ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫിസിക്കൽ ഇയേഴ്സ് നോക്കണം. ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ എന്താണെന്ന് നോക്കണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനും ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കും. ടൈപ്സ് ഓഫ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചോദിക്കും. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പും ഫീൽഡ് സ്റ്റാറ്റസ് വേരിയന്റും. ഇത് റെക്കോർഡഡ് സെഷൻ അല്ലേ, അപ്പൊ ഇവർക്കൊക്കെ കിട്ടൂലോ അല്ലേ? നമുക്കത് അറേഞ്ച് ചെയ്യാം, റെക്കോർഡഡ് ആണ്. ക്വസ്റ്റ്യൻസ് അവർക്ക് ഇപ്പം സ്പീഡ് എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ റീവോച്ച് ചെയ്ത് എഴുതിയെടുക്കാമല്ലോ. അർണോൾഡ് എനിക്ക് ഷെയർ ചെയ്താൽ ഞാൻ ഗ്രൂപ്പ്സിലെല്ലാം ഷെയർ ചെയ്യാം. അതൊരു ഇഷ്യൂ. നോട്ട്ബുക്കിൽ എഴുതി പഠിച്ചതാണ്, അതാണ് ഞാൻ. മനസ്സിലായി. അത് നമുക്ക് നോക്കാം. പിന്നെ APP ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഈ ഡെഫിനിഷൻ ഒക്കെ പഠിക്കണം കേട്ടോ. കമ്പനി കോഡ്, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ പഠിക്കണം. കൂടുതലും അവർ ഇങ്ങനത്തെ ടേംസ് ആയിരിക്കും ചോദിക്കുന്നത്. അക്കൗണ്ട്സ് റിസീവബിള് അതൊരു മൊഡ്യൂളാണല്ലോ, സബ് മൊഡ്യൂളാണല്ലോ. അതിനകത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കറൻസീസ് ഒക്കെ ഇല്ലേ, പാരലൽ, ലോക്കൽ, അതൊക്കെ നോക്കുക. വൺ ടൈം വെൻഡർ എന്താ നോക്കുക. ഇന്റേണൽ ഓർഡേഴ്സ് കൺട്രോളിംഗ് സൈഡിൽ നിന്ന് പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോസ്റ്റ് സെന്റർ എന്താണ്, പ്രോഫിറ്റ് സെന്റർ എന്താണ്, FI/SD ഇന്റഗ്രേഷൻ, FI/MM ഇന്റഗ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ P2P പ്രോസസ്സും O2C പ്രോസസ്സും നിങ്ങൾ നോക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഞാൻ പറഞ്ഞത്, S/4HANAയും ECCയും തമ്മിലുള്ള ഡിഫറൻസ്. FI സ്റ്റുഡൻസിൻ്റെ അടുത്ത് മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയുമ്പം നിങ്ങൾ ഇങ്ങനെ പറയണം, ഐ എം ട്രെയിൻഡ് ഇൻ, നമ്മൾ പേരും സ്ഥലവും പറഞ്ഞിട്ട് നമ്മൾ SAP നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് എലാബറേറ്റ് ചെയ്ത് പറയണം. ഡ്യൂറിങ് മൈ ട്രെയിനിങ് ഐ ഹവ് ഗോൺ ത്രൂ GL അക്കൗണ്ടിങ്, അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ, അങ്ങനെ SAP ഇതിലായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പറയണം. ക്ലയന്റ് എന്താന്നൊക്കെ അവർ ചോദിക്കാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കമ്പനി കോഡ്, അതൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. ഓർഗനൈസേഷണൽ എലിമെന്റ്സ്, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, APPയുടെ സ്റ്റെപ്സ്, അതൊക്കെ. ജസ്റ്റ് ഒരു ഡൗട്ട്, ഇതൊക്കെ എൻഡ് യൂസർ ഓറിയന്റഡ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണോ അതോ കൺസൾട്ടന്റ്? രണ്ടിനും ചോദിക്കും. ഓക്കെ. ടാക്സ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കണം. കോസ്റ്റ് സെന്റർ അക്കൗണ്ടിങ് എന്താന്ന് നോക്കണം. പ്രോഫിറ്റ് സെന്റർ, ബാങ്ക് അക്കൗണ്ടിങ്, ഇതൊക്കെ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ S/4HANA ആൻഡ് SAP ECC. ഫീൽഡ് സ്റ്റാറ്റസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മറ്റേ ഡോക്യുമെന്റ് ടൈപ്സ് ഇല്ലേ, കസ്റ്റമർ ഇൻവോയ്സ്, DR, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അവരത് ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ കോക്കനട്ടിൽ ആരെങ്കിലും ആയിട്ട് ഒരുവിധം ഈ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഫുള്ള് ഷെയർ ചെയ്യാം. അവര് നിങ്ങൾ ഷെയർ ചെയ്യട്ടെ. ഇപ്പോഴും ഞാൻ പറയുക,
നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പോകണം. ഇന്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ആക്കാതെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഒരു 2 to 3 years നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ കരിയർ സേഫ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല പാക്കേജ് കിട്ടും, നാട്ടിൽ നിൽക്കാം, പുറത്തു പോവാം. ഇപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, SAPയില് ഞാനിപ്പം നിങ്ങളിപ്പം ജോലിക്ക് കയറി, നിങ്ങൾക്കൊരു സ്റ്റാർട്ട് കിട്ടി, 15,000 ഉള്ളു. കൂട്ടുകാരൻ ഗൾഫിൽ പോയി, അവന് ജോലി കിട്ടി, അവന് 50,000 ഒക്കെ ഉണ്ട്. അവന്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, പക്ഷേ ഞാൻ ഇത് പിടിച്ച് നിൽക്കണമെന്ന്. പക്ഷേ മെയിനായിട്ട് UAE വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ജീവിതം ആ കാണുന്ന സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. ഞാനവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയാൻ പറ്റുന്നത്, ഒരു 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന രീതി കാണുമ്പോൾ അവർ പറയും നിങ്ങൾ ചെയ്തതാണ് ശരിയെന്ന്. എല്ലാവരുടെയും ഒരു വിചാരമുണ്ട്, നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഗൾഫിൽ പോയാലേ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്ന്. ഗൾഫിൽ പോയാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ നാട്ടിൽ നിന്നാലും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. എനിക്കറിയാവുന്ന എൻ്റെ SAPയിലെ എക്സ്പീരിയൻസ് ഉള്ള ഫ്രണ്ട്സിന് ഗൾഫിൽ പോകുന്നവരെയും കാട്ടി 3 ഇരട്ടിയും 4 ഇരട്ടിയും ശമ്പളം നാട്ടിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും കിട്ടും. എന്നെ പോലെ നിങ്ങൾ അധികം ലേറ്റ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. 15-മുക്കാൽ പേരും ഇപ്പോൾ 24-25 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. SAPയിൽ അവർക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നമുക്ക് വലിയ വലിയ കമ്പനികളിലൊക്കെ ആവാം, MNCകളിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കയറി പ്രോജക്ട്സിൽ പാർട്ടേക്ക് ചെയ്യാം. ഇതെന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ ഒരു ചെറിയ കമ്പനി കയറുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ഇൻ ആൻഡ് ഔട്ട് നമ്മൾ MNCയിൽ ഫ്രണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് ഒരു മൊഡ്യൂൾ മാത്രമേ ഒരു പ്രോജക്റ്റ് കിട്ടുകയുള്ളൂ. എന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോൾ അക്കൗണ്ട്സ് റിസീവബിൾ മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മളൊരു മിഡ് സൈസ് കമ്പനി കയറുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിളും ചെയ്യും, അക്കൗണ്ട്സ് പേയബിൾ ചെയ്യും, GL ചെയ്യും. എല്ലാ ഇതിലും നമുക്ക് ലേണിംഗ് ഇതായിട്ട് പറ്റും. അതാണ് ഞാൻ പറയുന്നത്, SAPയുടെ കരിയറിൽ ആദ്യത്തെ ഒരു 1, 2, 3 വർഷം നമ്മൾക്ക് ഫുൾ ലേണിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ SAPയിൽ ഒരു കരിയർ പെർസ്യൂ ചെയ്യാൻ തോന്നുന്നുണ്ടോ? എന്താണ് ആരും പറയാത്ത? ഞാൻ പറയുന്നത് SAP മാത്രം ഫോക്കസ് ചെയ്യണമെന്നല്ല, പക്ഷെ SAPയുടെ ഒരു കരിയർ നിങ്ങൾ എപ്പോഴും നോക്കണം. SAP കിട്ടിയ SAP കയറുക, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം വേറെ ജോലിക്ക് കയറിയിട്ട് എന്നിട്ട് SAPയിൽ കയറാൻ നോക്കുക. കാരണം ഒരുപാട് മിഡ് സൈസ് കമ്പനികൾ ഇപ്പോൾ SAP സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ രീതിയിലാണ് SAP ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ SAP ആണോ മോസ്റ്റ് പോപ്പുലറും പിന്നെ ഇപ്പോ ജോലി സാധ്യത കൂടുതലുള്ളത്? SAP ആണ് മോസ്റ്റ് പോപ്പുലർ. ജോലി സാധ്യതയുടെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടഫാണ്. നിങ്ങളെ പോലെ തന്നെ 10,000-15,000 പിള്ളേർ, 10,000 ഒന്നുമല്ല, അതിൽ കൂടുതൽ പിള്ളേർ സ്റ്റാർട്ടിന് വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, നിങ്ങൾ നാളെ ഒരു ഇന്റർവ്യൂ വന്നാൽ തന്നെ അത് കയറി അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. അപ്പൊ വെരി നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. FI സ്റ്റുഡൻസിന് കേട്ടോ. MM-ന്റെ ഒന്നും എനിക്ക് അധികം അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് MM-ൽ വർക്ക് ചെയ്യുന്ന, പക്ഷെ അവന് ഇപ്പം ഈ സമയം കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അവന് ഈ കോളേജ് ജോയിൻ ചെയ്യാൻ പറ്റായിരുന്നത്. അല്ലെങ്കിൽ അവൻ പറഞ്ഞു തന്നേനെ, MM-ഉം ABAP ഒക്കെ അവരും പറഞ്ഞു തന്നേനെ. FI സ്റ്റുഡൻസിനുള്ള ചോദ്യങ്ങൾ ഞാൻ കോക്കോനട്ടായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. ആൻസേഴ്സ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സിമ്പിൾ ലാംഗ്വേജിൽ പ്രിപ്പയർ ചെയ്യാം. ചിലപ്പം ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു 70-80 105 ക്വസ്റ്റ്യൻസ് എങ്ങാണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയും, 105 ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ പഠിക്കും, ചുമ്മാ അത്രയൊന്നും നമുക്ക് പറ്റത്തില്ല. ഞാൻ സിമ്പിളായിട്ട് ചെയ്ത ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി ആകുമ്പം ഞാൻ 110 നോക്കത്തില്ല. ഒരു സമയം 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ആ 10 ക്വസ്റ്റ്യൻസേ നോക്കത്തുള്ളൂ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ 10 പഠിച്ചല്ലോ, ഇനി ഒരു 10 പഠിക്കാമല്ലോ, ആ രീതിയിലാണ്. എന്നിട്ട് ഞാൻ ഒറ്റ തവണ ഇരുന്നല്ല പഠിച്ചു. എനിക്ക് 3 ഇന്റർവ്യൂവിലും ഞാൻ ആദ്യം തൊട്ടേ ഇരുന്ന് പഠിച്ചു. 3 തവണ ഞാൻ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് 3 തവണ ഞാൻ ഇരുന്ന് പഠിച്ചു.
ആ 3 തവണ ഇന്റർവ്യൂവിന് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയത് കാരണം ഒരേ സെയിം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴും ചിലവര് നിങ്ങൾ കോക്കോനറ്റിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂ ഒക്കെ തരും. എനിക്ക് തന്ന മോക്ക് ഇന്റർവ്യൂവിന് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. കോക്കോനറ്റിൽ നിന്നുള്ള മോക്ക് ഇന്റർവ്യൂവിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണെന്ന് ചോദിച്ചാൽ, പക്ഷേ ഞാൻ ഒരിക്കലും സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടില്ല. കാരണം ഓൾറെഡി 2-3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഫ്രഷേഴ്സിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ സിനാരിയോ ബേസ്ഡ് ഒന്നും ഞാൻ സിനാരിയോ ബേസ്ഡ് ചോദിക്കത്തില്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കോക്കോനറ്റിന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒപ്പിച്ചു തരാനേ പറ്റത്തുള്ളൂ. അത് പാസ്സായി കയറുക, ജോലിയിൽ പെർഫോം ചെയ്യുക, അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. കോൺഫിഡന്റ് ആയിട്ട്. എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം ഇവർ ചോദിച്ചതിൽ എനിക്ക് കിട്ടിയ 2 ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു PG ഡിഗ്രിയുടെ ആവശ്യം നമുക്കുണ്ടോ ഈ ഒരു ഫീൽഡില്? ആവശ്യമുണ്ടല്ലേ? ആവശ്യമില്ല. ഓക്കെ. നമ്മൾ ഇതിൽ തന്നെ ഒരു കൺസൾട്ടന്റ് രീതി നോക്കുമ്പോഴത്തേക്കും അവർക്ക് എത്രത്തോളം നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് അത് മാത്രമാണ് ആവശ്യം. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ജോലി കയറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിച്ചു തുടങ്ങുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ആരും ഇപ്പൊ ഈ പഠിച്ചുകൊണ്ട് പോകുന്ന വെച്ചായിരിക്കത്തില്ല നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. വിഷമിക്കണ്ട, ജെമിനിയും ChatGPT ഒക്കെ ഉണ്ടല്ലോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം അത് പറഞ്ഞു തരും. ഞാൻ അതൊക്കെ ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ആദ്യമേ SAP കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്ത് പറഞ്ഞാലും എന്ത് ക്വസ്റ്റ്യൻസും എന്ത് ഡൗട്ട്സും അതിനകത്തുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ക്രീൻഷോട്ട്സ് വരെ ഇട്ടിട്ടുണ്ട്. അതില്ലെങ്കിൽ ജെമിനിയിൽ കമ്പയർ ചെയ്യാം. പിന്നെ എന്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യൻ കമ്പനിക്കാരൊക്കെ പോലെ അല്ല UK കമ്പനിക്കാര്. അവര് നമ്മൾ കംഫർട്ടബിൾ ആക്കി നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ ഉള്ള ആൾക്കാർ. ഇന്ത്യൻകാര് എന്താണ് പറയുക, ടോക്സിക് ആണ്. മെല്ലെ പറഞ്ഞോളൂ എന്ന് പറയാം. ഓക്കെ. അപ്പം എനിക്ക് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ക്ലിയർ ആയി. ഞാൻ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഒരു 10-15 ആൾക്കാരൊക്കെ ഞാൻ ഒന്ന് മീറ്റ് ചെയ്ത് ഇത് കുറിച്ച് എനിക്ക് കുറെ ചോദ്യങ്ങൾ, പക്ഷെ എനിക്ക് ഇന്ന് കുറച്ച് ഏകദേശം നല്ല ക്ലിയർ ആയെന്ന് ഞാൻ പറയാം. അതിന് നല്ലൊരു താങ്ക് യു പറയാം. താങ്ക് യു. ഞാന് ഇത് ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ കുറച്ച് ഏതെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ അത്ര ഞാൻ ഉദ്ദേശിച്ചോളൂ. നിങ്ങളെ ഒക്കെ ജോലിക്ക് കയറുക, നമുക്ക് ഇപ്പോൾ ഒരാളെ സഹായിക്കാൻ പറ്റിയാൽ നമ്മളത് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, അന്നേ പറഞ്ഞായിരുന്നു, FI സ്റ്റുഡൻസിൻ്റെ എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടോ പോയെന്ന് തോന്നുന്നു, എൻ്റെ ഫ്രണ്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കോക്കോനറ്റി. ഒരു MM-ലാണ് ജോയിൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ മാസം ക്ലാസ്സൊക്കെ സ്റ്റാർട്ടാവും. ഞാൻ ഇപ്പോഴും പറയുന്നു, SAP പഠിച്ചുകൊണ്ട് ഉടനെ ഇറങ്ങിയ ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ വെക്കണ്ട. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് 100% ജോബ് ഗ്യാരണ്ടി ആരും തരത്തില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടിന് കോക്കോനറ്റ് നിങ്ങളുടെ കരിയറിൽ ഫുൾ ഉണ്ടായിരിക്കും. കാരണം എനിക്ക് 1.5 വർഷം കഴിഞ്ഞാണ് ജോലി കിട്ടിയത്. ഞാൻ പറഞ്ഞ എൻ്റെ ഡിലോയിറ്റിലെ ഫ്രണ്ട്, അവന് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. അപ്പം 1.5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഇത് കിട്ടി. നിങ്ങൾ ഇവരുമായിട്ടും കണക്ട് ചെയ്യുക. ലിങ്ക്ഡിനിൽ കയറി SAP വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. കമ്പനീസ് ചോദിക്കുക, അവരുടെ അടുത്ത് പറയുക, ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് തരിക, കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുക. ഞാനിപ്പോഴും പറയുന്നു, SAP നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വേറൊരു ഫീൽഡിൽ ഇപ്പം ജോലിക്ക് കയറിയാലും നിങ്ങൾ SAPയിൽ ഒരു ഓപ്പണിംഗ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുക. കാരണം SAPയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇയേഴ്സ് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം SAP ഇപ്പോഴും ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ മൊഡ്യൂൾസ് തുടങ്ങുന്നു, എല്ലാ കമ്പനികളും SAPയിലോട്ട് മാറുന്നു. ഇപ്പോൾ UAE തന്നെ SAP ഉള്ള കമ്പനികളെല്ലാം
DRC മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇൻവോയ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് തന്നെ ടാക്സിലോട്ട് പോകുന്നതും കാര്യങ്ങളൊക്കെ എല്ലാ MNC-കളും SAP ഇതാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഞാൻ കോക്കനട്ടായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളെല്ലാം ഇച്ചിരി എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുന്ന ഇന്റർവ്യൂ, കോക്കനട്ടായിട്ട് സെറ്റ് ചെയ്ത് വരുന്ന ഇന്റർവ്യൂ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒരു കോക്കനട്ടിനെ കുറിച്ച് നിങ്ങളവിടെ പഠിച്ച സ്റ്റുഡന്റ് ആയതുകൊണ്ട്, പിന്നെ കോക്കനട്ടില് കോഴ്സ് തീരുമ്പോഴേക്ക് ഏകദേശം ഒരു മന്ത്ലി ക്ലോസിങ് എങ്ങനെ ചെയ്യണം എന്ന് പഠിക്കാൻ കഴിയല്ലോ, എല്ലാ ടീ കോഡ്സും കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് ചോദിച്ചത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഈ S4HANA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് ഇറങ്ങുന്ന അല്ല നിങ്ങളുടെ യഥാർത്ഥത്തിലാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങളിപ്പം SAP വർക്ക് ചെയ്യുന്ന ആളല്ലേ? അതെ, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം അത്യാവശ്യം ടീ കോഴ്സും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പൊ പറയുന്ന എല്ലാ ഏകദേശം ടീ കോഡ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഫർദർ മുന്നോട്ട് പിന്നെ ഒരു ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതായത് ക്ലോസിംഗ് ആണ്, ഒരു അക്കൗണ്ട്സ് മാനേജറുടെ ജോലിയാണ് എനിക്ക് പിന്നെ എൻഡ് യൂസർ ആയിട്ട് വേണ്ടത്. അത് കോക്കോനറ്റിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ? എനിക്ക് തോന്നുന്ന P&L സംഭവങ്ങളൊക്കെയാണ് SAP ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ, അതായത് ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ട്സ് മാനേജർ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യാൻ പ്രാപ്തനാവുമല്ലോ ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക്. S4HANA ക്വാർട്ടർ എൻഡ് ക്ലോസിംഗ്, മന്ത് എൻഡ് ക്ലോസിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റും. സാർ ഒരു ഡൗട്ട്. സാറൊന്നും വിളിക്കണ്ട, എന്റെ പേര് അർണോൾഡ് എന്നാണ്, അങ്ങനെ വിളിച്ചാൽ. സാർ, അതായത് സാറ് പറഞ്ഞില്ലേ സാർ SAP കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷം ആയിരുന്നു ജോബ് കിട്ടാൻ. എന്തായാലും അതൊന്ന് പറയാമോ, ഷെയർ ചെയ്യാമോ സാർ? കാരണം വേക്കൻസീസ് ഭയങ്കര കുറവാണ്. ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേക്കൻസി കിട്ടി 2 വർഷം 3 വർഷം സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കരിയർ സേഫ് ആണ്. ഓക്കെ. അപ്പൊ കിട്ടണ ജോലി പാക്കേജ് ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ സാർ? ഇല്ല, ആയത് 1-2 വർഷം നിങ്ങള് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കും. അതായത് വേക്കൻസി വരുന്നുണ്ട്, പാക്കേജ് കുറവായിരിക്കും അല്ലേ? വേക്കൻസീസും കുറവാണ്, പക്ഷെ വരുന്ന വേക്കൻസീസിനൊക്കെ ഇങ്ങനെ ആയിരിക്കും, അവര് ബോണ്ടും തരും, ഈ ഒരു പാക്കേജ് കാണത്തുള്ളൂ. പക്ഷെ അതൊന്നും നിങ്ങൾ ഇനിഷ്യലി നോക്കരുത്. ടഫാണ്, എനിക്കറിയാം. ഞാനും 15-നൊക്കെ കോയമ്പത്തൂർ നിന്നിട്ടുണ്ട്. പക്ഷേ ആയിക്കഴിഞ്ഞാൽ അതിന് വേക്കൻസി ഉണ്ടാവുമല്ലേ? നമ്മള് 3 years ആണ് ബോണ്ടൊക്കെ വരുന്നത്. എന്നാലും ഒരു 2.5 years ചിലവര് വെക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 2+ years എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ 4 to 6 LPA കിട്ടും. 3 years എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 9 to 12 കിട്ടും. 9 to 12 എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് 70 to 1 lakh വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5 years എക്സ്പീരിയൻസ് ഉള്ള എന്റെ ഫ്രണ്ടില് അവര് 24 LPA ആണ് ഓഫർ ചെയ്യുന്നത്. അവർക്ക് ഒരു മാസം 2 lakhs. നിങ്ങള് ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. കോക്കനട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കുക. സോ എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പറഞ്ഞതിൽ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, തീർച്ചയായും അർണോൾഡ്, അതൊരു വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എല്ലാവരും അങ്ങനെ ബിലീവ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് അർണോൾഡിൽ നിന്ന് ഗ്യാദർ ചെയ്തിട്ട് ഐ വിൽ ട്രൈ ടു put it across the groups. So thank you so much everybody for time കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യെങ്കിലും നമ്മൾ എല്ലാവരും ഇരുന്നു. Thank you so much. Let's wind up. Yes, thank you Arnold. Thank you.